ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മത്തയില തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. ഇന്നെനിക്ക് കുറച്ച് മത്തയില കിട്ടി, അപ്പോഴത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെള്ളം പാനായിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചേക്കുവാണ്. ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചേക്കുവാണ്. അപ്പം വെള്ളം എല്ലാം വാർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. മത്തയില പറിക്കുമ്പോൾ ഒരുപാട് മുറ്റി ഇല തോരൻ വെക്കാനായിട്ട് എടുക്കരുത്. തളിരിലകൾ വേണം തോരൻ വെക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഇല അരിഞ്ഞുകൊണ്ട് വരാം. മത്തയിലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം അരിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തി വലുതായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോഴും നമ്മൾ ഇത് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോഴിത് കറക്റ്റായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് വരും. മത്തയിലെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സവാള കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി തോരൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കാന്താരി മുളക്, എരിക്ക് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഇതേ പരുവത്തിനൊന്ന് ചതച്ചെടുത്താൽ മതി. ഇല അരിഞ്ഞതിലേക്ക് ആ ചതച്ച് വെച്ചിരുന്ന അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഞെവിടിയെടുക്കാം. അപ്പോഴാ ഇല അരിഞ്ഞതിനകത്തോട്ട് ഞാൻ അരപ്പെല്ലാം അതിൽ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കാം. തോരൻ വെക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തോരനുള്ള ഇല ഇട്ട് കൊടുക്കാം. ഇതിന് ചെറിയ തീയിലിട്ട് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതുപോലെ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോഴും നമ്മുടെ തോരന് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴും നമ്മുടെ മത്തയില തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ തീയിലിട്ട് മാത്രമേ ഇത് വേവിച്ചെടുക്കാവൂ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചല്ലല്ലോ ഇത് ചെയ്യുന്നത്, എണ്ണയിലല്ലേ ഇത് ചെറുതായിട്ട് ആ ചെറിയ തീയിൽ എണ്ണയ്ക്കകത്ത് കിടന്നാണ് ഇത് വെന്ത് വരേണ്ടത്. അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം എപ്പോഴും ചെയ്തെടുക്കാൻ. ഇലത്തോരൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇലകൾ തോരൻ വെക്കുമ്പോൾ വെളുത്തുള്ളിയും ജീരകവും ചേർക്കാറില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.